ഞാൻ അഖിൽ സാറാണ്. ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിൽ നിന്നുള്ള നമ്പേഴ്സ് എന്ന പാഠമാണ് ഞാൻ എടുക്കുന്നത്. ഇതുവരെ എല്ലമൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, വിളിക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ സബ് ഹെഡിങ് ആണ് ലെറ്റ്സ് മേക്ക് എ റെക്റ്റാങ്കിൾ. നമുക്കൊരു റെക്റ്റാങ്കിൾ നിർമ്മിക്കാം എന്നാണ് പറയുന്നത്. ഇതിൽ എ റെക്റ്റാങ്കിൾ വിത്ത് 20 ഡോട്ട്സ്, 20 ഡോട്ടുകളുള്ള ഒരു റെക്റ്റാങ്കിളാണ് നിങ്ങൾ കാണുന്നത്. 5 ഡോട്ട്സ് വൈഡ്, 4 ഡോട്ട്സ് ഹൈ. 5 ഡോട്ടുകൾ വൈഡായിട്ടും 4 ഡോട്ടുകൾ ഹൈ ആയിട്ടുമാണ് അത് നിൽക്കുന്നത്. ഇതുപോലെ അപ്പോൾ 20 ഡോട്ട്സ് ഉണ്ട്, 5 × 4 20 ആണല്ലോ. ഇതുപോലെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് വേറെ പോലെ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഉണ്ടാക്കിയതാണ് വേറെ അടുത്ത റെക്റ്റാങ്കിൾ കാണുന്നത്. അടുത്ത റെക്റ്റാങ്കിൾ ഓക്കെ. ആ റെക്റ്റാങ്കിളിൽ 2 ഹൈയും 10 വൈഡും ആണുള്ളത്. നെക്സ്റ്റ് റെക്റ്റാങ്കിളും നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 20 ഡോട്ട്സിനെ നമുക്ക് വ്യത്യസ്ത റെക്റ്റാങ്കിളിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് അബൌട്ട് ദ നമ്പേഴ്സ് ഓഫ് ഡോട്ട്സ് അലോങ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്? ദിയർ പ്രോഡക്റ്റ് മസ്റ്റ് ബി 20 റൈറ്റ് അല്ലേ? അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് 20 ആണ്. ഈ റെക്റ്റാങ്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 × 2 20 ആണ്. ഈ റെക്റ്റാങ്കിളോ അതിലെന്താണ് 20 × 1 20 ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, നൗ മേക്ക് ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾ വിത്ത് 24 ഡോട്ട്സ്. നമ്മളിപ്പോൾ 20 ഡോട്ട്സ് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ നമ്മൾ എഴുതി ഇല്ലേ? ആദ്യത്തേത് 5 4 ഓക്കെ. രണ്ടാമത്തെന്ന് പറയുന്നത് 10 2, മൂന്നാമത്തത് 21. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും വിഡ്ത്തും ഹൈറ്റും 24 ഡോട്ട്സിൻ്റെ റെക്റ്റാങ്കിൾ വരുന്നതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24 ഡോട്ട്സിന് ആദ്യം ഞാൻ പറയാം. 24ന് ഞാനൊരു 24 വിഡ്ത്തും ഹൈറ്റ് 1 കൊടുത്തു. അടുത്ത് എനിക്ക് പറയാനായിട്ട് സാധിക്കും 12 2. അടുത്തത് 8 3. ഓക്കെ, എനിക്കിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 3 റെക്റ്റാങ്കിൾ എനിക്ക് ഡോട്ട്സുകൾ ഉപയോഗിച്ച് എനിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് അബൌട്ട് 30 ഡോട്ട്സ്? 30 ഡോട്ടുകൾ ആയിരുന്നെങ്കിലോ? 30 ഡോട്ട് ആയിരുന്നെങ്കിലോ? അപ്പോൾ ഈ കോളം നോക്കുക, 30 1, 15 2. ഓക്കെ, 15 2. ഇനി വേണമെങ്കിൽ എനിക്ക് ഏത് പറയാം? 15 2 10 3 എന്ന് പറയാം. ഓക്കെ, 10 3. അടുത്തത് ഏത് എഴുതാം? 4 പറ്റില്ല, 5 6 5 നമുക്ക് എഴുതാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ ഡോട്ട്സുകൾ വെച്ചിട്ട്. ഓക്കെ, ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ് വിത്തൗട്ട് ആക്ച്വലി മേക്ക് റെക്റ്റാങ്കിൾസ്. The product of numbers in every row of the table is 30. There is another way of stating this. All these numbers are factors of 30. അപ്പോൾ നമ്മൾ ഇതിനെ എന്താ വിളിക്കുകയെന്ന് വെച്ചാൽ ഇതിനെ ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. എന്ത്? ഫാക്ടേഴ്സ്. ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഫ് 30 ആണ് നമുക്ക് പറയാം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് 30? 6 5 ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, 1 ഉണ്ട് എന്ന് പറയാം, 2 ഉണ്ട് എന്ന് പറയാം, 3 ഉണ്ട് എന്ന് പറയാം. ഓക്കെ, 4 പറയാൻ കഴിയില്ല, 5 പറയാൻ കഴിയും, 6 ദെൻ 1 × 30 6 6
5 3 10 ഉണ്ട് എന്ന് പറയാം. ഓക്കെ, 15 ഉണ്ട് എന്ന് പറയാം, 30 ഉണ്ട് എന്ന് പറയാം. ഈ കാണുന്ന 1 2 3 4 5 6 7 8 നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ 30യുടെ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20യുടെ ഫാക്ടേഴ്സ് ഏതെല്ലാമായിരിക്കും? 5, ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൽ 5 4 2 10 21. ഓക്കെ, അതുപോലെ 24ന് കാണാൻ കഴിയില്ലേ? 1 2 3 24 12 8. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സുകളെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ചോദിക്കുകയാണ് 40 ഡോട്ട്സുകളാണെന്നുണ്ടെങ്കിൽ എത്ര റെക്റ്റാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? 45 ആണെങ്കിലോ 60 ആണെങ്കിലോ 61 ആണെങ്കിലോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ 40 ഡോട്ട്സുകളിൽ ആദ്യം കണ്ടു നോക്കാം. ഓക്കെ, 40 ഡോട്ട്സ്. ആദ്യം 40 ഡോട്ട്സുകളുള്ളതാണെന്നുണ്ടെങ്കിൽ 40 ഡോട്ട്സിന് ആദ്യം 140. അത് 1 കൊണ്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 1. ഇനി നമുക്ക് 2 എടുക്കാം. 2. ഇങ്ങനെ 2 എന്ന് എടുക്കണം എന്താ വെച്ചാൽ 40 ഡിവൈഡഡ് ബൈ 2 എന്നാണ് അർത്ഥം. 40 ഡിവൈഡ് ബൈ 2 എന്താ? 20 ആണ്, ആണല്ലോ. ആ 20 നമുക്ക് ഇവിടെ എഴുതാം. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? 40 ഡിവൈഡഡ് ബൈ 2 പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ 20 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 220 എന്ന് എഴുതാം. ഇനി അടുത്തായിട്ട് വരുന്നത് ഏതാണ്? 3 ആണ്. 40 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അടുത്ത് നോക്കാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? 40 ഡിവൈഡഡ് ബൈ 4 എന്താണ്? 40 ഡിവൈഡഡ് ബൈ 4 നമുക്ക് കിട്ടുക 10 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ വേറൊരു ആൻസർ നമുക്ക് കിട്ടുകയാണ് 4,10 എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 5 പറ്റും ഇല്ലേ? 5 പറ്റും. 5 8. നിങ്ങൾ നോക്കണേ, 40 ഡിവൈഡഡ് ബൈ 5 40 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 8. അതാണ് നമ്മളിവിടെ എഴുതിയത് 5 8. ഇനി അടുത്ത് 6 പോകില്ല. 7 പോകില്ല. അപ്പോൾ ഇതൊക്കെയാണ് 40യുടെ എന്തെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെയാണ്? 1 2 4 5 8 10 20 ആൻഡ് 40. ഓക്കെ ആണോ? 40യുടെ ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തത് 45ൻ്റെ അല്ല നമ്മളോട് പറഞ്ഞ്. അടുത്തത് 45ൽ എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ 45ൻ്റെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ആദ്യം 45ന് 1 എന്തായാലും ഉണ്ടാവുമല്ലോ. 1 × 45. അപ്പോൾ 1 45 ആദ്യം തന്നെ പോയി എഴുതുക. 45 ഡിവൈഡഡ് ബൈ 2 പറ്റില്ല. 45ൽ 3 ഉണ്ടോ നോക്കാം. 3 പറ്റും. 3 15 എന്ന് പറ്റും. എങ്ങനെ? 45 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 15. അതാണ് നമ്മളിവിടെ എഴുതിയത്. 45 അടുത്ത് 4 നോക്കാം. 4 പറ്റില്ല. 5 നോക്കാം. 5 പറ്റും. 5 എത്ര? 9. 6 പറ്റുമോ? ഇല്ല. 7 പറ്റുമോ? ഇല്ല. 8 നോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടി? പ്രൈം നമ്പേഴ്സ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 1 3 5 9 15 45. ഓക്കെ ആണോ? 45ൻ്റെ നമുക്കിപ്പോൾ കിട്ടിയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ തിരിച്ച് നോക്കുക. ബാക്ക് അടിച്ചിട്ട് പോസ് ആക്കിയിട്ട് ബാക്ക് അടിക്കുക, എന്നിട്ട് നോക്കുക. 60 ഡോട്ട്സ് 61 ഡോട്ട്സ് ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. 60 ഡോട്ട്സ് 61 ഡോട്ട്സ് നിങ്ങൾ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അടുത്തത് ഫാക്ടർ പെയേഴ്സ് എന്ന് പറയും. നമ്മളിപ്പോൾ ഡോട്ട്സുകളായിട്ടാണ് നേരത്തേക്ക് കണ്ടത് അല്ലേ? 45ൽ എത്ര ഉണ്ട് ഡോട്ട്സ്, 40ൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ഫാക്ടേഴ്സ് എന്നുള്ള ടേമാണ് ഞാനിപ്പോൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. മുകളിൽ ഞാൻ എഴുതിയ 1 2 3 5 6 10 15 30 അത് എന്തിൻ്റെ ഫാക്ടേഴ്സാണ്? 30യുടെ ഫാക്ടേഴ്സാണ് നമുക്ക് പറയാൻ കഴിയും.
അപ്പോൾ 72യുടെ ഫാക്ടേഴ്സ് ഏത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്താം 172 എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതണം. ഓക്കെ, 172 1ഉം 72 എന്തായാലും ഉണ്ടാവും. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് 2യിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, 1,72. ഓക്കെ, പിന്നെ അടുത്തത് 2യിലേക്ക് പോവുക. 2ൻ്റെ കാര്യം നോക്കാം. 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, 236 എന്ന് എഴുതാം. ഓക്കെ, 236, 2,36. ഇതുപോലെ 3 നോക്കാം. 3യും പോവും, 3യും 24ഉം. ഇതാണ് അടിയിൽ എഴുതിയിട്ടുണ്ട്. ഇതാ 172 പോകും, 236 പോകും, 324. പിന്നെ നമ്മൾ 4 നോക്കി, 4ൽ 18 പോകും. 5 നോക്കി, 5 പറ്റില്ല. ദെൻ 6 നോക്കി, 6 12. 7 നോക്കി പറ്റില്ല. 8 നോക്കി, 8 9. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 1 2 3 4 6 8 9 12 18 24 36 72 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 72 എന്ന് എഴുതാം എന്ന് പറയാം. ഇനി നമ്മളോട് 90യുടെ ഫാക്ടർ കാണാൻ പറയുന്നു. 99 120. ഇതിൽ 90 ഞാൻ ചെയ്തു തരാം, ബാക്കി നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. 90 ഞാൻ ചെയ്തു തരാം. ഓക്കെ, 90 എടുക്കാം. 90. ഓക്കെ, നേരത്തെ ഡോട്ട്സുകൾ കണ്ട പോലെ തന്നെ 90യുടേത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യം 190 പെട്ടെന്ന് തന്നെ എഴുതുക. 190 ഒരു സംശയം വേണ്ട, 190 പെട്ടെന്ന് തന്നെ എഴുതുക, കാരണം അതൊരു ഫാക്ടറുകളാണ്. ഇനി അടുത്തത് 2 നോക്കുക. 2 ഉണ്ടോ? 90/2 എന്താണ്? 45 ആണ്. പറ്റും അല്ലേ? 245. അടുത്തത് 3 നോക്കാം. 3 നോക്കാം അല്ലേ? 3ൽ പോവോ? 90/3 30 ആണ്. 330. ഇനി അടുത്ത് 4 പോവോ? 4 90/4 ഇല്ല. അടുത്തത് 5ലാണെന്നുണ്ടെങ്കിൽ എത്ര? 90/5 എന്താ? ഓക്കെ, 18. ഓക്കെ, 18. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് 6 ആണ്. 6ൽ പോവോ? 6ൽ പോവും. 15 ആണ്. ഓക്കെ, 7 8 9. ഓക്കെ, 9ൽ പോവും. 9 10. ഇതെല്ലാം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. പോകുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? 1 2 3 5 6 9 10 15 18 30 45 90 എന്ന് നമ്മൾ ഉഷാറായിട്ട് പറയാം. ഓക്കെ, 90യുടെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഈ 99ഉം 120 നിങ്ങൾ കാണാം. ഇനി അടുത്ത സബ് ഹെഡിങ് ആണ് എന്ത്? ഓഡ് ആൻഡ് ഈവൻ. We have found the factors of many numbers like 20, 24, 30, 40. ഇല്ലേ, ഈ നമ്പേഴ്സിൻ്റെ എല്ലാ ഫാക്ടേഴ്സും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാണ്? 99ഉം 120 നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫാക്ടേഴ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഫാക്ടേഴ്സൊക്കെ നിങ്ങൾ എണ്ണി നോക്കുക. എത്ര ഫാക്ടേഴ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എക്സാമ്പിളായിട്ട് ഞാനിവിടെ എഴുതിയ ഓക്കെ 30യുടേത്. 31 2 3 5 6 10 15 30 അല്ലേ? ഇതിൽ എത്ര ഫാക്ടേഴ്സുകളുണ്ട്? 1 2 3 4 5 6 7 8 ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ച എല്ലാ ഫാക്ടേഴ്സുകളുടെയും എണ്ണം എത്രയുണ്ട് എന്ന് കാണാം. നമ്മൾ നേരത്തെ കണ്ട 90ക്ക് എത്ര ഉണ്ടായിരുന്നു? 8 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ എണ്ണി 1 മുതൽ 90 വരെ എണ്ണി നോക്കിയപ്പോൾ 8 ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതുവരെ കിട്ടിയതിനെല്ലാം നമ്മൾ ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ് കിട്ടിയത്. ഈവൻ നമ്പേഴ്സ് അല്ലേ? ചിലതിന് 2, ചിലതിന് 4, ചിലത് 6, ചിലത് 8,
ഓഡ് നമ്പേഴ്സ് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതാണ് നമ്മൾ നോക്കുന്നത്.